സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏതൊരു മലയാളിയും തീർച്ചയായും ഒന്നിൽ കൂടുതൽ തവണ കണ്ട സിനിമയായിരിക്കും മണിച്ചിത്രത്താഴ്. മോഹൻലാലും ശോഭനയും സുരേഷ് ഗോപിയും ഒക്കെ തകർത്താടിയ ഫാസിലിന്റെ സൈക്കോളജിക്കൽ ത്രില്ലർ. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ സിനിമയിലെ ചില ഹിഡൻ ഡീറ്റെയിൽസ് ആണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമയിൽ KPS ലളിത അഭിനയിക്കുന്ന കഥാപാത്രമാണ് ഭാസുര. ഭാസുര ഗംഗയ്ക്ക് നാഗവല്ലിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ഈ സമയത്ത് ആ പഴയ കാരണവർ വിഷം കഴിച്ചു മരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ പഴയ കാരണവരും അവസാനം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു. ആ ആത്മാവിനെ ഈ ടെക്നിക്കകത്ത് തന്നെയാ ബന്ധിച്ചിരിക്കുന്നത്. പിന്നീട് നാഗവല്ലിയായി മാറുന്ന ഗംഗ ആദ്യമായി നകുലനെ കൊല്ലാൻ ശ്രമിക്കുന്നത് വിഷം കൊടുത്താണ്. ഈ സീനിൽ വിഷം കലർത്തുന്ന ചായ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഗംഗയുടെ സാരിക്ക് തീ പിടിക്കുന്ന രംഗത്തിൽ ഇനി നിങ്ങൾ ഗ്യാസ് ഉപയോഗിക്കണ്ട എന്ന് ശ്രീദേവി ജോലിക്കാരോട് പറയുന്നുണ്ട്. വേണ്ട വേണ്ട, ഇനി ഇപ്പൊ അതും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഇനി മേലെ ഇവിടെ ആരും ഗ്യാസിൽ പണിയണ്ട, തീർന്നല്ലോ. ആ മണ്ണെണ്ണ അങ്ങോട്ട് കത്തിച്ചേ. അപ്പോൾ ചായ ഗ്യാസിലാണ് ഉണ്ടാക്കിയത് എന്നതിൽ നിന്നും ഇത് ചെയ്യുന്നത് മറ്റാരോ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. സിനിമയിൽ ഗംഗ ക്ലോക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു രംഗമുണ്ട്. ഇതിനു മുൻപായി നകുലനും ഗംഗയും ആ മുറിയിലേക്ക് വന്നപ്പോൾ ഗംഗ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട്. ഈ സമയം മുഴുവൻ ഗംഗയുടെ രണ്ട് കൈകളും സാരിയുടെ ഉള്ളിൽ മറച്ചു പിടിച്ചിരിക്കുന്നത് കാണാം. ക്ലോക്ക് എറിഞ്ഞെടുക്കാൻ ഗംഗ ഉപയോഗിച്ച കല്ല് കയ്യിൽ ഉണ്ടായി കാണും. അതാവും മറച്ചു പിടിച്ചിരുന്നത്. അതായത് നകുലന്റെ കൂടെ മുറിയിൽ കയറുമ്പോൾ തന്നെ ഗംഗ ക്ലോക്ക് ലക്ഷ്യമിട്ടിരുന്നു. നാഗവല്ലിയായി മാറുന്ന ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ സിനിമയിൽ സണ്ണി പലതരത്തിലും ശ്രമിക്കുന്നുണ്ട്. ഉറക്കെ സംസാരിക്കുന്നതും കൈമുട്ടുന്നതും മേശപ്പുറത്ത് തട്ടുന്നതുമെല്ലാം നമുക്ക് കാണാം. എന്നാൽ ആ അവസാന രാത്രിക്ക് തൊട്ടു മുൻപ് ഗംഗ പൂർണ്ണമായും നാഗവല്ലിയായി മാറാൻ പോകുകയാണെന്ന് സണ്ണി പറയുന്നുണ്ട്. അന്ന് രാത്രി ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് തീ ഉപയോഗിച്ചും പലതരത്തിലും നാഗവല്ലിയെ പേടിപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഗംഗ നാഗവല്ലിയിൽ നിന്നും തിരിച്ചു വന്നില്ല. ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നാഗവല്ലിയായി മാറുന്ന ഗംഗയ്ക്ക് അല്ലിയുമായി കല്യാണം ഉറപ്പിച്ചയാളോട് പ്രണയം തോന്നുന്നുണ്ട്. ഗംഗ വായിക്കുന്ന ഒരു പുസ്തകം എഴുതിയ ആ വ്യക്തിയുടെ പേര് P. മഹാദേവൻ എന്നാണെന്ന് കാണിക്കുന്നു. മഹാദേവൻ എന്ന പേരിന്റെ അർത്ഥം ശിവൻ എന്നാണ്. അപ്പോൾ ഈ സിനിമയിൽ ഗംഗയും മഹാദേവനുമായുള്ള ബന്ധം ശിവനും ഗംഗയുമായുള്ള ബന്ധം പോലെയാണെന്നാണ് കാണിക്കുന്നത്. സണ്ണി മാടമ്പള്ളിയിൽ എത്തിയ ആദ്യത്തെ ദിവസം തന്നെ നാഗവല്ലി സണ്ണിയുടെ ബാഗ് കത്തിച്ച് നശിപ്പിച്ചു കളയുന്നുണ്ട്. ഈ സമയം ബാഗിന് സമീപത്തായി ഒരു കാലിക്കുപ്പി കിടക്കുന്നത് കാണാം. സണ്ണി അമ്പലത്തിലെ നെയ്പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വന്ന സമയത്ത് പറയുന്നുണ്ട്. കത്തിയ ബാഗിനരികത്ത് കിടക്കുന്ന കാലിക്കുപ്പി സൂചിപ്പിക്കുന്നത് ഗംഗ ബാഗ് കത്തിക്കാൻ ഉപയോഗിച്ചത് ഈ നെയ്യാണെന്നാണ്. സിനിമയുടെ ആരംഭത്തിൽ ഗംഗ നകുലനേക്കാൾ വേഗത്തിൽ ഉറങ്ങുന്നത് കാണാം. പക്ഷേ നാഗവല്ലിയായി മാറിയ ശേഷം പല രാത്രികളും ഗംഗ ഉറക്കമില്ലാതെ കിടക്കുന്നതും കാണിക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ ശബ്ദം കേട്ടാൽ പോലും നകുലനേക്കാൾ വേഗത്തിൽ ഉറക്കം ഞെട്ടുന്നതും ഗംഗയാണ്. അവസാന രംഗത്തിൽ ഗംഗ പൂർണ്ണമായും നാഗവല്ലിയായി മാറിയപ്പോൾ ഇരു കൈകളും പുറകിൽ കെട്ടി നടക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ തുടക്കത്തിൽ ഗംഗയുടെ കഥ പറയുന്ന സമയത്ത് അച്ഛനും അമ്മയും തന്നെ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോകാൻ വരുന്നുണ്ടെന്നറിഞ്ഞ ഗംഗ ഇതുപോലെ കൈകൾ പുറകിൽ കെട്ടി നടക്കുന്നത് കാണാം. അതിനർത്ഥം തന്നെ അലട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത്തരത്തിൽ രണ്ട് കൈകളും പുറകിൽ കെട്ടിയുള്ള നടത്തം ഗംഗയുടെ ശൈലിയാണ്. സണ്ണി മാടമ്പള്ളിയിൽ എത്തിയ രാത്രി തന്നെ ശ്രീദേവിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഗംഗ ഇതുപോലെ അസ്വസ്ഥയായി രണ്ട് കൈകളും പുറകിൽ കെട്ടി നടക്കുന്നത് കാണാം. മണിച്ചിത്രത്താഴ് സിനിമ സൂക്ഷിച്ചു കണ്ടവർ ഇനിയും ഒരുപാട് ഹിഡൻ ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചു കാണും. ഫാസിൽ ബ്രില്യൻസ് എന്നൊക്കെ വേണം ഇത്തരത്തിലുള്ള ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് പറയാൻ. ഓരോ തവണ സിനിമ കാണുമ്പോഴും പുതുതായി എന്തെങ്കിലും നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സിനിമയാണ് മണിച്ചിത്രത്താഴ്. അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച ചില ഡീറ്റെയിലിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണേ.